ഹലോ ഹായ് വെൽക്കം ടു ക്യാൻ. സോ നമ്മുടെ ക്രാഷിൽ +2 ക്രാഷിൽ പൊളിറ്റിക്കൽ സയൻസിൽ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിൽ ചാപ്റ്റർ 6, അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ എന്നെ അറിയാത്തവർക്ക് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിവേക് എന്നാണ്. സോ എല്ലാവർക്കും അറിയുന്ന പോലെ ഗ്യാനിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി, അറ്റ് ദ സെയിം ടൈം എക്സാം ഡീൽ ചെയ്യുന്ന എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. സോ എല്ലാവർക്കും അതിൽ പേരിൽ തന്നെ ഉണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അതായത് ഗ്ലോബലി ഉള്ള ഓർഗനൈസേഷൻസ്. അതാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലസ് ടു ലെവലിൽ 12th ഗ്രേഡിൽ പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ പേപ്പർ വായിക്കില്ലായിരിക്കാം. ബട്ട് എന്നിരുന്നാലും നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. ലൈക്ക് WHO ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാം നിങ്ങളുടെ 8th അല്ലെങ്കിൽ 7th പഠിക്കുമ്പോൾ യു പീപ്പിൾ ഹാവ് ഗോൺ ത്രൂ അല്ലേ, വൺ ഓഫ് ദ നമ്മുടെ ഈ ഒരു സെഞ്ച്വറിയിലുള്ള ഏറ്റവും വലിയ പാൻഡമിക് നമ്മൾ കടന്നുപോയി, കോവിഡ് വന്നപ്പോൾ നമ്മൾ സുലഭമായിട്ട് ഡെയിലി കേട്ടുകൊണ്ടിരുന്ന WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ പല ഓർഗനൈസേഷൻസും ഉണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ. അതെന്തിനാ? ഈ ഗ്ലോബലി നമുക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യം എന്ന് മാത്രമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ മേജർ എക്സാമ്പിൾ, നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിളാണ് കോവിഡ്. കോവിഡ്. അപ്പോൾ ഇന്ത്യ പറയുന്നത് കോവിഡ് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കോളാം, ഞങ്ങൾക്ക് വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട. പോസിബിൾ ആവുമോ? ഫസ്റ്റ് ടൈം കണ്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ യൂറോപ്പ്, ഇറ്റലിയിലാണ് തോന്നുന്നു. വിത്തിൻ ഡേയ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരാണ്. സോ അവിടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നമ്മുടെ ഇന്ത്യയിലോട്ട് എത്താൻ, അല്ലെങ്കിൽ വേൾഡിൻ്റെ ഏത് നൂക്കാൻ കോർണർ എവിടെ വേണമെങ്കിൽ എത്താനായിട്ട് എത്ര കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. ബിക്കോസ് എന്താ, എല്ലാവരും ഡീപ്ലി കണക്റ്റഡ് ആണ്. എങ്ങനെ? ട്രേഡ്, ട്രാവൽ, ടൂറിസം, അങ്ങനെ പല രീതിയിലും വി ആർ കണക്റ്റഡ് അല്ലേ. നമുക്ക് ഒരു കൺട്രിക്ക് ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോഴത്തെ പണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത കാലം ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോഴത്തെ അതിൽ പോസിബിൾ അല്ല. സോ അവിടെയാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ നീഡ് നമ്മൾ അറിയുന്നത്. നീഡ് എന്ന് പറയുമ്പോൾ അതെ, നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട്, ഒരു കളക്റ്റീവായിട്ട് ഒരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലൊരു സൊല്യൂഷൻ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഹെൽപ്പ്, നമുക്കതിനെ വളരെ പോസിറ്റീവ് രീതിയിൽ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ 21st സെഞ്ച്വറിയിൽ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ആൻഡ് വെരി നമുക്കത് എവിഡൻ്റായിട്ട് കാണാനും പറ്റും. അതിൻ്റെ റെലവൻസ് വളരെ ഹൈ ആണ്. സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ മേജർലി ഒരു +2 പോയിൻ്റ് ഓഫ് വ്യൂവിൽ, നമ്മളിപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്നത് UN ആണ് നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യുന്നത്. ദി യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി യൂണിയൻ ഓഫ് നേഷൻസ്, എല്ലാ നേഷനും ഗ്ലോബലി അറൗണ്ട് 193 കൺട്രീസ് ഉണ്ട്, 193 കൺട്രീസ് ഉണ്ട് UN ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസിൽ. അപ്പോൾ അതിൽ കുറേ ബോഡീസ് ഉണ്ട്. അതിൽ ഓരോ ബോഡീസ് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ഏരിയാസ്. ഇപ്പോൾ സെക്യൂരിറ്റി റിലേറ്റഡ് ജനറൽ അസംബ്ലി ഉണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ വേറൊന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ വാർ ക്രൈംസ് അല്ല, ഇൻ്റർനാഷണൽ ഈ കൺട്രീസ് തമ്മിലുള്ള കേസസ് വരുന്നത് ഒരു കോർട്ടുണ്ട്, ഇൻ്റർനാഷണൽ ICJ എന്ന് പറയും, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. സോ അങ്ങനെ നമുക്ക് പോവാം. നിങ്ങൾക്ക് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഓഫ് UN എന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് UN ഇതാണ്, ഇത്ര ബോഡീസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ബട്ട് നമ്മൾ കറണ്ട് ഹാപ്പനിങ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളും അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആകും. ബിക്കോസ് ഇന്ത്യയുടെ റെലവൻസ് നൗ ഒരു 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പിലുള്ള ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയുടെ റെലവൻസ് ഭയങ്കരമാണ്. ഇന്ത്യ ഈവൻ UN ഏത് ബോഡിയിലായാലും, ഇപ്പോൾ G20 നമ്മുടെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തു ലാസ്റ്റ് ഇയർ. G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പിംഗ്, അതാണ് G20. G7 ഉണ്ട്, അതുപോലെ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിലെന്നെ ഉണ്ട് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പിങ്ങിൽ ഇന്ത്യയുടെ റോൾ
ആൻഡ് ദ പ്രഷർ ഇന്ത്യക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഫ്ലുവൻസ്, ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ബിക്കോസ് ഇന്ത്യ ആസ് അവർ ഓൾ ടൈം ഫ്രണ്ട് ഉണ്ട് നമുക്ക് റഷ്യ. അറ്റ് ദ സെയിം ടൈം വി ഹാവ് US ഓൺ അവർ സൈഡ്. അപ്പോൾ അങ്ങനെ മേജർ പവേഴ്സൊക്കെ രണ്ട് സൈഡിലും നമുക്കൊരു ബാലൻസിങ് ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. ഈവൻ ഇസ്രായേൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേഷനാണ്. സോ ഇപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ കൺട്രീസ്, അറബ് കൺട്രീസ് നമുക്ക് സപ്പോർട്ടിങ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. UN എന്നൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ ചാടി നിൽക്കും അല്ലേ. പക്ഷെ അല്ലാത്ത ട്രയൽ UN ഇതാണ്, UNൻ്റെ ബോഡീസ് ഇതാണെന്ന് പറയും. ഞാൻ പറയാം, നിങ്ങൾക്കിപ്പോൾ എക്സാം പോയിന്റിൽ ഡ്രൈ ടോപ്പിക് തന്നെ പഠിക്കാനുള്ളത്. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ റോൾ ഓഫ് ഇന്ത്യ, ദ കറണ്ട് ഹാപ്പനിങ്സ് ഇൻ UN, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. റെഡി? ഓക്കെ, international organization which helps with matters of war and peace. ബേസിക്കലി അത് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഉദ്ദേശത്തിലാണ്. അതായത് തുടക്കകാലത്ത് നമ്മൾ 1919 ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്ത്, അന്ന് ജയിച്ച ആൾക്കാർ ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്ത് ദാറ്റ് നമുക്കൊരു ഗ്രൂപ്പിംഗ് ഫോം ചെയ്യാം നമ്മുടെ കോമൺ ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നത്, മാറ്റേഴ്സ് ഓഫ് വാർ ആൻഡ് പീസ്. അപ്പോൾ അതിനുശേഷം അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് വേൾഡ് വാറും ഉണ്ടായി. 39 to 45 സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നൊരു ബോഡി ഇത് പീസ്ഫുൾ കാര്യത്തിനും വാറിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്, ബട്ട് അതിൻ്റെ റോള് ഇറലവൻ്റ് പോയില്ലേ. ബിക്കോസ് വൈ എന്താ, സെക്കൻഡ് വേൾഡ് വാർ നടന്നല്ലോ, അവന്മാർ തുടങ്ങി, പക്ഷെ അത് നടന്നുപോയി. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ എന്താ വെച്ചാൽ അവർ പുതിയ ബോഡി ഫോം ചെയ്ത്, ഓക്കെ നമുക്കിതിനെ പുതിയ പേരിട്ട് വിളിക്കാം. അതെ, നമ്മൾ ഈ ഐഫോൺ പുതിയ ഇറങ്ങുന്ന പോലെ 14, 13, 12, 11 എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചൊന്നും ഇല്ല. കളർ മാറും, ക്യാമറ പൊന്തി വയ്ക്കും, ചാർജറില്ല, സ്ലോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന പോലെ അവർ മാറ്റി പുതിയ സബോഡി കൊണ്ടുവന്നു. യുണൈറ്റഡ് നേഷൻ എന്ന പേരിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവരൊക്കെ തന്നെ അവരെന്ന് പറയുന്നത് അന്നത്തെ മേജർ പവേഴ്സ് എന്ന് പറഞ്ഞത്, ഒരു സൈഡിൽ നമുക്ക് വി ഹാവ് US, റഷ്യ ഉണ്ട്, UK ഉണ്ട്, മേജർ പവേഴ്സ് കേട്ടോ. ഫ്രാൻസൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ മേജർ ഇവരായിരുന്നു. ദേ ഓൾസോ ഹെൽപ്പ് കൺട്രീസ് കോപ്പറേറ്റ് ടു better living conditions for all. ചെറിയ മിസ്റ്റേക്കാണ്, for all. Okay, so then the need for international organization. What is the need എന്താണ് അതിൻ്റെ ആവശ്യം? ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ ആവശ്യം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെക്ചർ നോട്ട്സ് ഇൻ ദ സെൻസ് പറയുന്നതല്ല എഴുതണ്ട, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുണ്ടാവുമല്ലോ, അതിന് ശേഷമായിരിക്കുമല്ലോ ഒബ്വിയസ്ലി, അതിന് ശേഷമാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിലില്ലാത്ത എക്സ്ട്രാ പോയിൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, അതിൽ മനസ്സിലാവാത്ത ഏരിയ ഉണ്ടെങ്കിൽ മാത്രം എഴുതി വെച്ചാൽ മതി. അങ്ങനെയല്ലേ ദ സ്മാർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്? അതല്ലേ നമ്മളിപ്പോൾ ഓക്കെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഒരു നോട്ട്, ഇത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇത് സ്കൂളിൻ്റെ നോട്ട്, അതായത് സ്കൂളിൽ എഴുതിയിട്ടുള്ള, ഞാൻ ഈ സ്കൂൾ എന്ന് പറഞ്ഞ അത് മലയാളി ടച്ച് കൊടുത്തതാണ്, ഈ സ്കൂൾ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ സ്കൂളിലൊരു നോട്ട്, പിന്നെ ഗ്യാൻ്റെ ഒരു നോട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ 3 നോട്ട്സ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ ചെയ്തൊന്നല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അതാണോ എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ വളരെ സ്മാർട്ട് നോട്ട് മേക്കിംഗ്? അതോ സ്കൂളിൻ്റെ ഒരു നോട്ടുണ്ട്, ബെയർ വിത്ത് മീ, ഓക്കെ, ഈ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടുണ്ട്, സ്കൂളിൻ്റെ നോട്ടുണ്ട്. അതിനോടൊപ്പം നമ്മളിത് ആഡ് ചെയ്യുന്നതല്ലേ നമ്മുടെ സ്മാർട്ടായിട്ടുള്ള വർക്ക്. അത് 3 തവണ എഴുതി 3 റിവൈസ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ തല പൊട്ടിപ്പോകും നമ്മൾ എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ അത് ചെയ്യാതിരിക്കാം. അപ്പോൾ എക്സ്ട്രാ അതാണ് സ്മാർട്ട് നോട്ട് മേക്കിംഗ്. അത് ചെയ്താൽ മതി, അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ കൺട്രീസ് ഹാവ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫറൻസസ് വിത്ത് ഈച്ച് അതർ. ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് ദേ മസ്റ്റ് ഗോ ടു വാർ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു അടുത്ത വീട്ടിലെ ആൾക്കാരായിട്ട് പണ്ട് നാട്ടിൻപുറത്തുള്ള കേരളത്തിൽ കണ്ടുവരുന്നതാണ് അതിർത്തി പ്രശ്നം. നാട്ടിൻപുറത്തുനിന്ന് മാത്രം പറഞ്ഞ കാര്യമില്ല. ബിക്കോസ് ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യ ചൈനയായിട്ടും എപ്പോഴും അതിർത്തി പ്രശ്നമാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കർണാടക. ഞാൻ എന്നെ മുന്നേ അറിയുന്നവർക്കും എൻ്റെ മുന്നേ ക്ലാസ് കണ്ടവർക്കും അറിയാം, കർണാടകയിലും മഹാരാഷ്ട്രയും തമ്മിലുള്ള പ്രശ്നം ഞാൻ ഫെഡറലിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. അവിടെ അതിർത്തി പ്രശ്നമാണ്.
കേരളവും തമിഴ്നാടും തമ്മിലുള്ള അത് എവർഗ്രീൻ പ്രശ്നം, എപ്പോൾ പറഞ്ഞാലും ഫ്രഷ് മുല്ലപ്പെരിയാർ ഇഷ്യൂ. അതെന്താ വാട്ട് അതിർത്തി അല്ലെങ്കിൽ മണ്ണ് വെള്ളം ഇങ്ങനത്തെ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഇടിയാ. അതെ, അത് പുരാതന കാലങ്ങൾക്ക് മുന്നേ മണ്ണിന് വേണ്ടിയിട്ടുള്ള അടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ യുദ്ധത്തിന് പോകുന്നത് ആക്ച്വലി ശാശ്വതമാണോ, അത് നമുക്ക് ഒരു ലോങ് ടേമിൽ നല്ലതാണോ? ബിക്കോസ് യുദ്ധം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാർ ഉണ്ടായി കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നത് ശരി ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടുപേരാണെങ്കിൽ വലിയ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ റഷ്യ യുക്രൈൻ ഇടിച്ചാലും യുക്രൈൻ റഷ്യനെ ഇടിച്ചാലും അതുകൊണ്ട് അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് ലോകത്തെ എല്ലായിടത്തും എത്തും. ഈവൻ നമ്മൾ വെരി ഇൻവിൻസിബിൾ എന്ന് പറയുന്ന US, ദ മൈറ്റി US, അവർ വരെ അവർക്ക് വീട്ടില്ല, വീറ്റ് ഗോതമ്പില്ല. റഷ്യ എന്ന് പറയുന്നത് ആ ഏരിയാസ് വീട്ടിൻ്റെ മെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. പിന്നെ മെയിൻ ഓയിൽ, എവിടേക്ക് ഓയിലില്ല? ജർമ്മനി റഷ്യയിൽ നിന്ന് ഗ്യാസ് പൈപ്പ് ലൈൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസാണ് കേട്ടോ. ജർമ്മനിയിൽ വെളിച്ചമില്ല, ജർമ്മനി വിൽ ഗോ ഡാർക്ക്. പിന്നെ ഫ്യൂവൽ, അതായത് റഷ്യയിൽ ചീപ്പായിട്ടുള്ള ഓയിലുണ്ട്. അപ്പോൾ ഇത് ഒരു കൺട്രി എഫക്റ്റ് ചെയ്തുകൊണ്ട് മറ്റെല്ലാവരുടെയും പ്രശ്നമാവും. ഇപ്പോൾ ഇന്ത്യയിൽ പ്രശ്നമായിക്കൊണ്ട് മെഡിസിൻസ്, US എല്ലാം ഇന്ത്യനെ ഡിപ്പെൻഡൻ്റ് ആണ് ഫോർ എന്താണ് മെഡിസിൻസ്, ഇലക്ട്രോണിക്സിൽ കുറച്ച്, ദെൻ എൻജിനീയറിങ് ഐറ്റംസ്, എൻജിനീയറിങ് പ്രോഡക്ട്സ് അങ്ങനെ കുറേ. അപ്പോൾ എന്താണ് മിൽക്ക് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യ ഭയങ്കരമാണ്. അപ്പോൾ ഇന്ത്യയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഈ റഷ്യയുടെ വീറ്റ് ഇഷ്യൂ വന്നപ്പോൾ വീറ്റ് മാർക്കറ്റിലോട്ട് അത് ബെനിഫിറ്റ് ചെയ്ത് ഇന്ത്യയൊക്കെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വീറ്റ് വേൾഡ് മാർക്കറ്റിൽ നല്ലോണം കൊണ്ടുപോയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതേസമയം അത് യൂസ് ചെയ്ത് ഇന്ത്യയാണ് റഷ്യൻ ഫ്യൂവൽ ചീപ്പായിട്ട് മേടിച്ച്. അമേരിക്കയുടെ ഫ്രണ്ട്സിനോടൊക്കെ അമേരിക്ക പറഞ്ഞു, മോനെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കില്ല, അവന്മാർ ഫുള്ള് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്തു? ഇന്ത്യക്ക് ഇതൊന്നും ഇല്ലല്ലോ, ഇന്ത്യക്ക് റഷ്യൻ ഫ്രണ്ടാണല്ലോ, നൻപനാണല്ലോ. അപ്പം എന്താ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ആ ഗ്യാപ്പ് ചീപ്പായിട്ട്. അപ്പോൾ റഷ്യയുടെ കയ്യിൽ ഒരുപാട് ഓയിലുണ്ട്, മേടിക്കാൻ ആളില്ല. ഇന്ത്യ പോയിട്ട് ചീപ്പായിട്ട് ചെറിയ വിലയ്ക്ക് കുറേ ഓയിൽ മേടിച്ച് കൊണ്ടുവന്ന്, നമ്മുടെ അവിടെ പെട്രോളിൻ്റെ വില കുറഞ്ഞില്ല. അത് നമുക്ക് വേറെ ഡിസ്കഷൻ വേറെ ക്ലാസ്സിൽ വരാം. ഓക്കെ, അത് അച്ചാദിനോ അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ international organizations are helpful in another way. Nations can usually see that there are some changes they must do together. There are issues that are so challenging that they can only be dealt with when works together. അത്രേ ഉള്ളൂ. ഇതാണ് മേജർ എക്സാമ്പിൾ. നമുക്ക് കോവിഡ്, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന ഇഷ്യൂ ഒരു രാജ്യത്തിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നൊരു സാധനം അല്ലല്ലോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇറ്റലിയിലുള്ള സാധനം പനി ഇവിടെ എത്തണമെങ്കിൽ 2 ദിവസത്തിലെത്തി. അത് നമ്മുടെ തൃശ്ശൂർ, കൊച്ചു കേരളത്തിലെത്തിയത്. എല്ലാ ഏണിയും ഫസ്റ്റ് വരുന്നത് പിന്നെ കേരളത്തിലാണല്ലോ. നിപ്പ വന്നാലും നമ്മുടെ നാട്ടിൽ വരും, അത് വന്നാലും വരും. അമീബിക് ഫീവർ, എൻസെഫലൈറ്റിസ് അത് വരുമ്പോഴും കേരളത്തിൽ വരും. അത് നമ്മുടെ അതെ പണ്ട് നമ്മൾ ഏലിയൻസൊക്കെ വരുന്നത് US-ലാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്നത് എല്ലാം കേരളത്തിലാണ്. ഏലിയൻസ് ഇൻ ദ ആറ്റിക് മൂവി കണ്ടിട്ടുണ്ടോ? കാണണം, നല്ല മൂവി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ്, അതെ. അപ്പോൾ നമ്മളൊരു കോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഒരുമിച്ച് ചെയ്യുമ്പോൾ do together things that they must do together. There are issues that are so challenging that they can only be dealt with. Simple topic. ഞാൻ മുന്നേ പറഞ്ഞ സാധനത്തിൻ്റെ ഇൻ വേർഡ്സിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ, ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ. എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.